ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല അടിപൊളി രുചിയിൽ ഒരു ഹോം മെയ്ഡ് മാംഗോ ജാമാണ് ഉണ്ടാക്കാൻ പോണത്. ആർട്ടിഫിഷ്യൽ കളേഴ്സോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജാം വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, നല്ലൊരു സൂപ്പർ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക താഴെ അഭിപ്രായങ്ങളൊക്കെ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ മാംഗോ ജാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടിയിട്ട് 1/2 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ജാമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ല പഴുത്ത് അത്യാവശ്യം നല്ല മധുരമുള്ള അധികം നാരില്ലാത്ത ടൈപ്പ് മാങ്ങയാണ്. നാരുള്ള മാങ്ങയിലും നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ നാരില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ജാം കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മാങ്ങ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇത്രയും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം അധികം ഒഴിക്കരുത് കേട്ടോ. ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് മാത്രം നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായി അരഞ്ഞ് കിട്ടില്ല, ഭയങ്കര ലൂസായി പോവും, ജ്യൂസ് പോലെ ആയി പോവും. അപ്പോൾ അങ്ങനെ ആക്കരുത്. ഇത് അരയാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിയാൽ നല്ല വെണ്ണ പോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു കട്ടിയിലാണ് ഇതിരിക്കണം കേട്ടോ, ഒത്തിരി ലൂസായിട്ടൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാങ്ങ ഓക്കെയാണ്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില മിക്സി ജാറിലേ വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിത് ജാമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങയൊന്ന് ചൂടാവും, ഒന്ന് തിളച്ചു തുടങ്ങും. കണ്ടോ, ഇതുപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും. അന്നേരം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കണ മാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്തത്. അപ്പോൾ 1/2 കിലോ നല്ല മധുരമുള്ള മാങ്ങയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര മതിയാവും. അതല്ല നിങ്ങൾ എടുക്കണ മാങ്ങ ഇപ്പോൾ അധികം മധുരമൊന്നുമില്ല, മധുരം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര പോരാണ്ട് വരും. ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെ നിങ്ങൾക്ക് വേണ്ട മധുരം അനുസരിച്ചിട്ടും മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ടൊക്കെ അളവിൽ വ്യത്യാസങ്ങൾ വരുത്തണം കേട്ടോ. പിന്നെ ജാമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടെങ്കിലല്ലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ജാം തനിയെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ, അപ്പോൾ നമുക്കറിയാമല്ലോ നല്ല മധുരമായിരിക്കും. പക്ഷേ ബ്രെഡിൻ്റെ കൂടെ അത് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മധുരം നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത്രയും മധുരം വേണം ജാമിന് കേട്ടോ. പിന്നെ ചിലർക്ക് മധുരം അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തിനാ അത്രയും മധുരം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മധുരം കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മധുരം കംപ്ലീറ്റ്ലി നമ്മുടെ ചോയ്സാണ്. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. പഞ്ചസാരയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പഞ്ചസാരയും കൂടി അലിഞ്ഞ് ചേരുമ്പോൾ അത് വെള്ളമായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ലൂസാവും. കണ്ടോ, അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനി ആ ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണത് വരെ നമുക്ക് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഓരോ മിനിറ്റ് കഴിയും തോറും ജാമിൻ്റെ ആ ഒരു ലൂസ് പരുവം മാറിയിട്ട് ഒന്ന് കട്ടിയായി വരണത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഒരുപാട് കട്ടിയാക്കണ്ട, നമുക്ക് ലൂസായിട്ട് തന്നെ ഇരിക്കണം. പക്ഷെ എന്നാൽ ആ വെള്ളം പോലുള്ളൊരു പരുവം മാറണം. നോക്കിയേ, ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ആ ഒരു ഒഴുകണ ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് കുറച്ചങ്ങോട്ട് കട്ടിയായി വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ സ്മൂത്തുമായിട്ടുണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ തീ നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേറ്റ് എടുക്കാം. നനവുണ്ടാവരുത് പ്ലേറ്റിൽ കേട്ടോ, ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് കുറച്ച് ജാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പ്ലേറ്റ് അങ്ങോട്ട് ചെരിക്കാം. ചെരിക്കുന്ന നേരം ഇത് ഒഴുകി പോകാൻ പാടില്ല. കണ്ടോ, ഒരു അനക്കവും ഇല്ലാണ്ട് ഇതുപോലെ ഇരിക്കണം. ഒട്ടും ഇതിനകത്ത് ഇപ്പോൾ എക്സ്ട്രാ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ എക്സ്ട്രാ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അഥവാ നിങ്ങൾ പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെരിച്ച് നോക്കുന്ന സമയത്തേ ജാം ഇങ്ങനെ ഒഴുകി വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനർത്ഥം ഇത് റെഡി ആയിട്ടില്ല. ഒരു 3-4 മിനിറ്റും കൂടിയിട്ട് കുക്ക് ചെയ്യണം എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ജാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ചൂടാറിന് ശേഷം വേണം കേട്ടോ മാറ്റാനായിട്ട്, ചൂടോടുകൂടി മാറ്റണ്ട. അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ജാറാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് ഗ്ലാസ് ജാറാണ്.
ജാറിനകത്തും പുറത്തൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ഡ്രൈ ആയിരിക്കണം. എന്നാലാണ് നമ്മളെ ജാം കുറേ നാൾ കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം. നമ്മളിതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു 3 മാസം വരെയൊക്കെ ഒരു കേടും ഇല്ലാണ്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. 3 മാസം വരെയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. വേറെ കെമിക്കൽസ് ഒന്നും ഇതിനകത്തില്ല. നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അതുമാത്രമല്ല ഒരു പണിയുമില്ല അല്ലേ. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. അധികം ഇൻഗ്രീഡിയൻസും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തിന് ഒരു ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റും. അതിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.